നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഓണക്കാലം അടുത്തതോടെ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ചു. ഇത് കണക്കിലെടുത്ത് എക്സൈസും ഡാൻസ് സ്റ്റാഫും പരിശോധന കർശനമാക്കി. രാസലഹരി വസ്തുക്കൾ പ്രധാനമായും എത്തുന്നത് ബാംഗ്ലൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ്. ഹൈഡ്രോ കഞ്ചാവ് പോലുള്ള പുതിയതരം ലഹരി വസ്തുക്കൾ വിമാനമാർഗം കേരളത്തിലേക്ക് കടത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വഴിയും കഞ്ചാവും ഹാഷിഷ് ഓയിലും ധാരാളമായി എത്തുന്നുണ്ട്. ട്രെയിനുകൾ വഴിയാണ് ലഹരി വസ്തുക്കൾ കൂടുതലായി കൊണ്ടുവരുന്നത്. കൊച്ചിയിലെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ മദ്യപിച്ച് വാഹനമോടിച്ച മഹേഷ് എന്ന യുവാവ് 15ഓളം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30 അപകടം നടന്നത്. മഹേഷിന്റെ കാർ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കിടയിലേക്കാണ് പാഞ്ഞുകയറിയത്. ആളപായം സംഭവിച്ചിട്ടില്ലെങ്കിലും വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിന് ശേഷം നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് അവരുടെ രാജ്യം സൃഷ്ടിക്കാനും അതുവഴി ശരിയത്ത് നിയമം കൊണ്ടുവരാനും ശ്രമിക്കുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. എടത്തുയിൽ നടന്ന മേഖലാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കോൺഗ്രസ് എപ്പോഴും മുസ്ലിം ലീഗിന്റെ പിന്നാലെയാണ് പോകുന്നതെന്നും മുസ്ലിം ലീഗ് എന്ന ഊന്നുവടിയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ടു പോകാനാകില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വടക്കൻ കാശ്മീരിലെ പൽഹഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈന്യത്തിന് നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി മൂലമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ MP സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നാലെ പ്രധാന കാരണം ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയായിരുന്നുവെന്ന് അദ്ദേഹം പ്രശംസിച്ചു. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് വ്യോമസേനാ മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ. മലപ്പുറത്ത് ഒരു ലോറിക്ക് പിന്നിൽ മിനി ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. ഇന്ന് രാവിലെ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലാണ് അപകടം നടന്നത്. പടപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഹനീഫ, രണ്ടത്താണി സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. കല്ലുമായി പോവുകയായിരുന്ന ലോറിയുടെ പിന്നിലാണ് മിനി ലോറി ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറത്ത് ഹോട്ടൽ ഭക്ഷണം ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ സ്വദേശികളായ അബ്ദുൽ ഹക്കീം, നിസാമുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന് ആരോപിച്ച് പ്രതികൾ ഹോട്ടൽ ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുകയും പിന്നീട് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക സന്ദർശിച്ച് 3 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബാംഗ്ലൂരുവിൽ നിന്ന് ബലഗാവിയിലേക്കും അമൃതറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോ ദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുമാണ് പുതിയ ട്രെയിനുകൾ സർവീസ് നടത്തുക. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനത്തിന് ശേഷം ബാംഗ്ലൂരു മെട്രോയുടെ യെല്ലോ ലൈനും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. RV റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെയുള്ള 19 കിലോമീറ്ററിനധികം ദൂരമുള്ള ഈ ലൈനിൽ 16 സ്റ്റേഷനുകളുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിന് ഏകദേശം 7160 കോടി രൂപ ചിലവഴിച്ചു. റഷ്യക്ക് ഒരു തുണ്ടുഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിലപാട് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് മുന്നോടിയാണ് സെലൻസ്കിയുടെ ഈ പ്രഖ്യാപനം. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യക്കാർക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു സമാധാന കരാർ അമേരിക്കൻ പിന്തുണയോടെ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സെലൻസ്കി ഈ നിലപാട് അറിയിച്ചത്. യുക്രൈനിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന് സെലൻസ്കി ഉറപ്പിച്ചു പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.